മൊഴി കൊടുത്തിട്ട് എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ്. കേസ് നമ്മൾ സംസാരിച്ച് ഞാനെന്തായാലും മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. ഹണിറോസ് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് 3-4 ദിവസം കൊണ്ട് വിധിയും വന്നു. ആ പാവം പിടിച്ച വോച്ച അതിൻ്റെ ഉള്ളിലും പോയി. ഇപ്പം ഞാൻ കൊടുത്തതിന് ഒരു ഇതുമില്ല, എനിക്കൊരു ഇതുമില്ല, ന്യായമില്ലേ? തീർച്ചയായിട്ടും നിമിഷ ചേച്ചിക്ക് എന്തുകൊണ്ട് ആ ന്യായം കൊടുക്കുന്നില്ല? അന്യായമായി പോയത് അന്യായമായി പോയത്. എന്നാലും എൻ്റെ ചേച്ചി, നിങ്ങൾ ഹണിറോസുമായി നിങ്ങളെ കമ്പയർ ചെയ്തല്ലോ, പൊളി, അടിപൊളി. ഇവരെല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കാം. ഇവര് രാത്രി 11 മണിക്ക് ശേഷം ലൈവ് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവരെ ചാനലിൽ. അതായത് മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് എത്ര 199 അങ്ങനെ പല കാറ്റഗറി ആയിട്ട് മാസം മാസം നമുക്ക് പൈസ കൊടുത്ത് ഒരു മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ ഈ ലൈവിലൂടെ ഇവർ പലതും പറയും, എന്തെങ്കിലുമൊക്കെ കണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ലൈഫ് മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിന് ഇവരുടെ ഫാമിലി കട്ട സപ്പോർട്ടാ. ഇവരുടെ ഹസ്ബൻഡിനെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവരുടെ ഫാമിലി നല്ല സപ്പോർട്ടാണ്, ഭർത്താവ് നല്ല സപ്പോർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടന്ന സംസാരങ്ങൾക്കല്ല കേസ്. ഇവരെന്ത് വിളിച്ചാലും ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ, സന്തോഷിക്കാനല്ലോ. കാരണം മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണല്ലോ, അവർ മാസം മാസം കായ് തരുന്നല്ലോ. അപ്പൊ പിന്നെ അത് മൈൻഡ് ചെയ്യണില്ല. ഇവരുടെ 15 വയസ്സായ മകളെ ഒരു ലൈവിനിടയിൽ ഏതോ ഒരു നായ്ക്കാട്ടം ഒരു കമന്റ് ഇട്ടു, വൃത്തികെട്ട കമന്റ് ഇട്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ പോയി പോലീസ് കേസ് കൊടുത്തു. 25 ദിവസമായിട്ടും പോലീസ് നടപടി എടുത്തില്ല. അവരുടെ ഹസ്ബൻഡാണ് ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ സൈബർ സെല്ലിലേക്ക് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് ഇപ്പോഴാണ് പരാതി ആക്റ്റീവ് ആയത്. 25 ദിവസം കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് അവർ മാറ്റിവിടെ വെച്ചു, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇനി വനിതാ പോലീസിന് മൊഴി കൊടുക്കുക എന്നൊക്കെ പറയുന്ന പരാതി മുന്നോട്ട് പോകുന്നത് ഇപ്പോഴാണ്. ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതാണ് കേരള പോലീസ്. മുഖ്യമന്ത്രിക്കും പിന്നെ ഹൈക്കോടതിയിലും കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് പരാതി. പക്ഷേ ഇവിടെ അത്ര നമുക്ക് വില പോകുമെന്ന് തോന്നുന്നില്ല, വിശ്വാസം പോരാ. ഓക്കെ, സന്ദർഭം കൂടിയും പൊന്നു ചേട്ടാ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വൈഫായിട്ടുള്ള നിമിഷ ബിജോ അവർ ഇടുന്ന ലൈവ് വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്നതാണെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് ഏകദേശം അറിയാം വേറൊരു സ്റ്റൈല് എങ്ങനെ പൈസ ഉണ്ടാക്കാനാണെങ്കിലും തയ്യാറാണെന്ന രീതിയിൽ. അത് വേറെ രീതിയിൽ എടുക്കല്ലേ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ രീതിയിൽ എടുക്കണ്ട. ഇവർ ലൈവിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറിയാണെങ്കിലും ഒക്കെ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ആ രീതിയിൽ ഫണ്ട് ഉണ്ടാക്കാൻ അവർക്ക് തയ്യാറാണ്, താല്പര്യമാണ്. കാരണം മാസം ചക്കക്കൂരല്ലേ എണ്ണി കൊടുക്കുന്നത്. എല്ലാവരും അവർ പണിയെടുത്ത പൈസയിൽ നിന്നും എല്ലാവരും അല്ല കേട്ടോ, കുറെ ഞരമ്പന്മാരാണ്, കുറെ പൊട്ടം കൊണാപ്പ ഞരമ്പന്മാര് ബഹുവൽക്കരിച്ച് പറഞ്ഞുകൊണ്ട് ആണുങ്ങളെല്ലാവരും എനിക്കിട്ട് പൊങ്കാല ഇടും. അതുകൊണ്ട് പറയാം, ചില ഞരമ്പന്മാര് ഇത് തലയിൽ മുണ്ടിട്ട് പണ്ട് കാണാൻ പോയിരുന്ന പോലത്തെ കാണലൊന്നുമില്ല. മൊബൈൽ ഫോണിൽ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ടാൽ മതി. 11 മണിക്ക് ശേഷമാണ് ചേച്ചിയുടെ ലൈവുകൾ. ഓക്കെ, നമ്മളെന്തായാലും ലൈവ് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സാധനം കാണാനുള്ള താല്പര്യമൊന്നും നമ്മളേലില്ല. നമ്മൾ അത്ര വലിയ ഞരമ്പനല്ലടേ. ഇവിടെ ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചിയുടെ വൈബ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം എന്താ ചേച്ചി പറയുന്നതെന്ന് കേട്ടോക്കാം. ഞാനിപ്പോൾ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ അതിന് സംഭവിച്ചു. ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഞാൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷേ ഞാനൊരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ കൊച്ചിനെതിരെ വന്ന ഈ വക വൃത്തികെട്ട ചോദ്യങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നല്ലേ. നമ്മുടെ മക്കളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും കുടുംബം ഉണ്ടാവും. അപ്പോൾ ആർക്കും ഒരു അവസ്ഥ അങ്ങനെ വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് താങ്ങാനാവത്തില്ല. എല്ലാവർക്കും കുടുംബം ഉണ്ടാവും. പക്ഷെ ചേച്ചി ജീവിക്കുന്ന പോലെയല്ല എല്ലാവരും ജീവിക്കുന്നത്. അന്തസ്സായി പണിയെടുത്ത് ആണ് ജീവിക്കുന്നത്. ചേച്ചി എന്ത് ചെയ്യുന്നു? 11 മണിക്ക് ശേഷം ലൈവ്. അതിൽ ആ വസ്ത്രമൊക്കെ ചേച്ചിയുടെ സ്വാതന്ത്ര്യമാണ്, മൗലികാവകാശമാണ്. ചേച്ചി എന്ത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കാലും കയറ്റിയോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. അതൊക്കെ ചേച്ചിയുടെ താല്പര്യമാണ്. അപ്പൊ അത് താല്പര്യപ്പെടുന്ന ആളുകൾ പൈസയും തന്നിട്ട് ഇരുന്ന് കാണുമ്പോൾ അവർ നിങ്ങളുടെ മകളെ കമന്റ് ഇട്ടതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല, തെമ്മാടിത്തരാണ്. കാരണം അവിടെ നിങ്ങളാണല്ലോ ഉള്ളത്. നിങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെങ്കിലും എനിക്ക് സന്തോഷമുള്ളതെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊരു ഊളത്തരാണെങ്കിൽ പോലും ചേച്ചിയെ എല്ലാ വീട്ടമ്മമാരും നിങ്ങൾ അങ്ങനെ ആ ഗണത്തിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കണ്ട. ചേച്ചിയാണ്, മറ്റുള്ള വീട്ടമ്മമാര് വേറെ കാറ്റഗറി, അതിൽ ഇതിനെ പെടുത്തരുത്. ഓക്കെ, ഇനി ചേച്ചി ഒരു ലൈവില് ഒരു വീഡിയോയില് ചെറിയ രീതിയിൽ ഒരു സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ചേച്ചിയുടെ വീഡിയോന്റെ ഒരു ഉള്ളടക്കം ഏകദേശം എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടും. കാണാം. ഇവിടെ അടിക്കണ്ട, ഇവിടെ ഇങ്ങനെ അടിച്ചാലും ഒരു ആലോചന എനിക്കില്ല. ഇവിടെ ഇങ്ങനെ റോസാപ്പൂ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചാലും ഒരു ആലോചനയുണ്ട്. അടിച്ചാലോ? അടിച്ച് ഇടുക്ക് ചേച്ചിയെ, ഒന്നും നോക്കണ്ട, അടിച്ചങ്ങോട്ട് പരത്ത്. എന്താ നോക്കാനുള്ളത്? ഇതൊരു ലൈവിന്റെ ഇടയിലാ. ഇത് പെയ്ഡ് അല്ല കേട്ടോ, ഇത് ഫ്രീ. ഇനി നീ പെയ്ഡ് എടുത്തിട്ട് കളിക്കുന്ന ആളല്ലടാ എന്ന് ചോദിക്കണ്ട.
ഇവര് പെയ്ഡ് അല്ലാത്ത ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. പിന്നെ അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ആ ഇന്റർവ്യൂവിന്റെ കഷ്ണങ്ങളിലൂടെ ഒരു നഗ്ന സത്യം പറയുന്നുണ്ട്, കേൾക്കാം. അത്രയ്ക്ക് വിഷമിച്ചാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ അവർക്ക് അത് തമാശയായിരുന്നു. അവർ വനിതാ പോലീസ് വരെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചിരിക്കുമായിരുന്നു നമ്മളെ കണ്ടിട്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടുകൊണ്ടാണോ, ഇനി ഞാൻ ഇടുന്ന ഫോട്ടോസ് കണ്ടുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് വളരെ മോശമായി പോയിട്ടോ. ആ ചേച്ചിയുടെ വീഡിയോ അവർ കണ്ടിട്ട് അവർക്ക് ചിരി വന്നെങ്കിൽ മോശമായി പോയി. വളരെ 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 മോശമായി പോയി. ചേച്ചി ചെയ്തൊരു വീഡിയോ ഒന്ന് കണ്ടോക്ക്. നിങ്ങൾക്ക് ഇത് കണ്ട് ചിരി വരുന്നുണ്ടോ? ഒന്ന് കണ്ടോക്കെ. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ. പറിച്ചെടുക്കുക എന്തോ ആ കമ്പി അല്ലേ, അതാണ്. ഇത് കണ്ട ആർക്കും ചിരി വരിക? ആർക്കും ചിരി തോന്നില്ല. കായിക അഭ്യാസമാണ് കാണുന്നത്. ഇങ്ങനെ ഒരുപാടുണ്ട് ചേച്ചിയുടെ വീഡിയോന്റെ. ഇതിപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്ന വീഡിയോ, ആരും കാണാൻ പറ്റാതെ പൈസ കൊടുത്ത് വാങ്ങുന്നവർക്ക് ഇനി വേറെ രീതിയിലുള്ള ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത വീഡിയോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, പിന്നെ കമന്റ് ബോക്സിൽ ഇടുമ്പോഴൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് വാക്കുകളൊക്കെ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ചക്കപ്പുഴുക്കും കാന്താരി ചമ്മന്തി ഒന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടാനൊന്നുമില്ല. ഇതൊന്നും കിട്ടുന്ന ക്യാഷ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ മാന്യം മര്യാദ കമന്റ് ഇട്ടിട്ട് പൈസ കൊടുത്ത് ചേച്ചിയുടെ വീഡിയോ കണ്ട് ചേച്ചിക്ക് ചക്കക്കുരുവിന് പകരം ആ കായ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇത് റെഡിയാക്കി കൊടുക്കണം. വേറെ ഒന്നും പറയാനില്ല. ഈ അവരോട് നമുക്കൊന്നും പറയാനില്ല. അവർ തുടർന്നോട്ടെ. അവരോടൊന്നും പറഞ്ഞ് അവർ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല. എനിക്ക് നന്നാക്കാൻ പറ്റുമോ? എന്നെ ഉപദേശിക്കുന്നത്, എനിക്ക് ഇത്രയും പ്രായമായി എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെയല്ല എല്ലാവരും. പക്ഷെ അവിടെ മാന്യമായിട്ടുള്ള കമൻറ്റുകൾ, പോടിയെന്നോ അമ്മായിന്നോ അല്ലെങ്കിൽ ഇറങ്ങി പോടിയെന്നോ പട്ടിയെന്നോ അതൊക്കെ വിളിച്ചോ, നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ വൃത്തികെട്ട രീതിക്കുള്ള ഈ പാർട്സിൻ്റെ, ശരീരത്തിൽ ലേഡീസിൻ്റെ പാർട്സ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ബാക്കി കമൻറ്റ് നിങ്ങൾ അയക്കുമോ, ചെറുപറ അയക്കുമോ, നമുക്കിതൊന്നും പ്രശ്നമേ അല്ല. അത് ശരി. അപ്പൊ ശരീരത്തിലെ പാർട്സ് അതൊക്കെ വൃത്തികെട്ട സാധനമാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? സ്ത്രീകളുടെ ശരീരത്തിലെ അവയവങ്ങൾ വൃത്തികെട്ട സാധനമാണെന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, എനിക്ക് അറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. തെറി എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ആ പാർട്സ്, വൃത്തികെട്ട പാർട്സ് എന്നാണ് ചേച്ചി പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾ കഥ എതിരക്ഷരം ഇടരുത്. വാ പൊളിച്ച് ഇങ്ങനെ കാണുക, ഒലിപ്പിച്ചിരുന്ന് കാണുക, അത് മാത്രം മതി. മാസം എത്ര വെച്ച ചേച്ചിക്ക് ഇങ്ങനെ ആ ഒരു മെമ്പർഷിപ്പിൽ കൊടുത്തോണ്ടിരിക്കുക. ജീവിച്ച് പോയിക്കോട്ടെ, പാവല്ലേ ജീവിച്ച് പോട്ടെ. ഞാനും പെണ്ണ്, ഹണിറോസും പെണ്ണ്. പിന്നെ ഹണിറോസിനെ എല്ലാവർക്കും അറിയാം, എന്നെ ആർക്കും അറിയത്തില്ല. ഇനി വളരെ തുച്ഛമായ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സെലിബ്രിറ്റി അല്ല. ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോയി വലിയ സിനിമയൊക്കെ ചെയ്ത് ഇനി വീണ്ടും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് ജീവിക്കണം. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയാണ്. ഹണിറോസ് ഒക്കെ വലിയ പുള്ളിയാള്, നമ്മള് പാവപ്പെട്ടവര്. പക്ഷെ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. ഹണിറോസിന് വേറെ, നമുക്ക് വേറെ എന്നല്ലേ പറഞ്ഞു ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് മെമ്പർമാരില്ലേ ചേച്ചി? ആ കണക്കങ്ങ് പുറത്ത് വിട്ട്. ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന കുറെ ആളുകളില്ലേ? നിങ്ങളുടെ പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്ത് സംസാരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ലൈവ് ഇടുമ്പോൾ എല്ലാവർക്കും എല്ലാതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ആകെ പൈസ കൊടുത്ത ആളുകൾക്കല്ലേ ഈ ഒരു രീതിയിൽ സംസാരിക്കാനും 11 മണിക്ക് ശേഷമുള്ള ആ ഒരു ചിരിയും കളിയൊക്കെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ്. ഇനി ഇതിലും കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും. എന്താ സംഭവിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. പിന്നെ അല്ല ചേച്ചി, ഒന്നും വെറുതെ വിടരുത്. അങ്ങനെ കാണിക്കണം എന്നല്ല, എന്നാലും ചേച്ചി അതിൽ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചേച്ചി അങ്ങനെ മുന്നോട്ട് പോ. അതാവുമ്പോ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് അവർക്കൊരു സന്തോഷമാവും. നമുക്ക് അവരുടെ സന്തോഷമല്ലേ വലുത്. കാരണം ചക്കക്കൂരല്ലല്ലോ ഇവിടുന്ന് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന കായ് അല്ലടോ കായ്. കൊള്ളാം ചേച്ചി, ഇനിയും ചെറിയ ഉടുപ്പ് തന്നെ കിട്ടണം. ചേച്ചിയുടെ സ്വാതന്ത്ര്യമാണത്. അവരുടെ മുന്നിൽ അങ്ങനെ തന്നെ വരണം. അവർക്ക് അങ്ങനെ തന്നെ വേണം ചേച്ചി, അങ്ങനെ തന്നെ വേണം. അവർക്ക് കൂടി വന്ന കമൻറ്റ് എഴുതാനല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ. അവർ എഴുതട്ടെ, മാക്സിമം എഴുതിക്കോട്ടെ, അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തോട്ടെ. ഇത് ഞാൻ ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുവാണ്. ഞാൻ ഇതിലും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞ് ഞാൻ നേവൽ ഷൂട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോൺ വീഡിയോസോ അല്ലെങ്കിൽ ഇതുവരെ ഒരു എന്താ പറയുക, ഇപ്പോഴും നേവൽ കാണിക്കുക ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിൽ എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ? പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സ് വൾഗറാന്ന് കാണുന്നവരുടെ കണ്ണിൽ നല്ല കുരുവാണ്. ആ കുരു ആദ്യം മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കി കണ്ട് വീഡിയോ കണ്ടാൽ മതി. തീർച്ചയായിട്ടും കുരു തന്നെയാണ് കുരു. അതെവിടെയാണെന്ന് എനിക്കറിയില്ല, കണ്ണിലാണെന്ന് അവർ പറയുന്നത്. ചേച്ചി ഇനിയും ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് കുറയ്ക്കൂ, ഒരു കുഴപ്പമില്ല. മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് അതൊരു ഗുണമാണ്, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. പിന്നെ ചേച്ചിയോട് ഇൻബോക്സിലൊക്കെ മെസ്സേജ് അയച്ചു വരുന്ന ആളുകളൊക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എത്ര പുരോഗമിച്ചാലും ഈ ഒരു കാര്യത്തിൽ ആളുകൾ പുരോഗമിക്കുകയേയില്ല.
ഞരമ്പന്മാരെന്നിങ്ങനെ പടുകൂറ്റ മരങ്ങളെ പോലെ ഇങ്ങനെ പൊന്തി 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 വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് താത്തണം കേട്ടോടെ, അല്ല മരങ്ങളെ. ഓക്കെ, ഇനി ചേച്ചിയുടെ ഒരു ലൈവ് വീഡിയോയില് ചേച്ചി വളരെ മാന്യമായ രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഇത് കണ്ടിട്ട് നമുക്ക് നിർത്താം. ജിമ്മിൽ ഇതുവരെ പോയി തുടങ്ങിയില്ല, നാളെ തുടങ്ങി പോണം. അതെങ്ങനെയാ? പോയി തുടങ്ങി കഴിഞ്ഞാൽ അന്ന് പനി, ചുമ, ഓരോ രോഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ അത് പോകണം. അപ്പോൾ നാളെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. അങ്ങോട്ട് എണീച്ച് കൊടുക്കു സുഭാഷേ. അപ്പോ സുഭാഷ് പൊരിഞ്ഞുറക്കത്തില ക്ഷീണിച്ച് കിടക്കുകയാണെന്നാ പറയുന്നത്. ജിമ്മിനൊക്കെ പോകണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ഇത് ഏതോ ഒരു ലൈവിൽ നിന്ന് ഏതോ ഒരു കഷ്ണം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെ നല്ല കണ്ണിന് കുളിർമയേകുന്ന മെമ്പേഴ്സിനുള്ള വേറെ വീഡിയോസ് ഉണ്ട്. ഇത് മെമ്പേഴ്സിനുള്ള വീഡിയോ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5ന്റെ കായ് കൊടുത്തിരിക്കാത്ത പരിപാടി ഒന്നും കാണാറില്ല. എന്തിന് വെറുതെ. അപ്പൊ ചാച്ചിയെ കുറ്റം പറഞ്ഞ ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ചേച്ചി ഇനി ചെറിയ വസ്ത്രം ഇട്ടിട്ട് ചെറിയ ഉടുപ്പിട്ടിട്ട് വീഡിയോ ചെയ്യാൻ പോകാം. നിങ്ങൾക്ക് ചാലഞ്ചാണ്, ചാലഞ്ച്. പക്ഷെ എനിക്ക് ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഇവരുടെ മകളെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചിഴച്ചത് അതൊരു മറ്റേടത്തെ പരിപാടിയായി പോയി. ഇവരെ മാത്രം നിങ്ങൾ കുറ്റം പറഞ്ഞ ചേച്ചിക്ക് അത് ഓക്കെ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ കുട്ടികളെ, മറ്റുള്ള ആളുകളെ വലിച്ചിഴക്കല്ലേ. കുഞ്ഞാണേ, 15 വയസ്സുള്ള ഒരു കുട്ടിയാണേ, അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ മറ്റുള്ള അമ്മമാരെയൊക്കെ കമ്പയർ ചെയ്ത് ചേച്ചി സംസാരിച്ചപ്പോൾ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു ജോലി അത് മാന്യമായ ജോലിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നിടത്തോളം കാലം ചേച്ചി ചെയ്തോളൂ. തോന്നുന്നില്ലെങ്കിലും ചെയ്തോളൂ, ചേച്ചിയുടെ താല്പര്യമാണ്. പക്ഷെ പൊതുവൽക്കരിച്ചുകൊണ്ട് എല്ലാ അമ്മച്ചിമാർക്ക് ഇത് അവസ്ഥ വരുന്നൊന്നും പറയക്കല്ലേ. പാവങ്ങളായിട്ടുള്ള നല്ല മാന്യമായ ജോലി ചെയ്യുന്ന മറ്റുള്ള ചേച്ചിമാരുണ്ട് നമ്മളെ നാട്ടിൽ. അതുകൊണ്ടാണ്. പിന്നെ വീഡിയോന്റെ ഇടയിൽ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട്, ഇതേപോലെ ലൈവ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വൃത്തികെട്ട കമന്റുകൾ വരുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ വൃത്തികേട് പറയല്ലേ, വൃത്തികെട്ട ഭാഗങ്ങളെ കുറിച്ച് പറയല്ലേ എന്ന് പറഞ്ഞല്ലോ. ശരീര അവയവങ്ങളൊക്കെ വൃത്തികെട്ട ഭാഗമാണോ? സ്ത്രീ എന്ന് പറയുന്നതിനൊരു മഹത്വമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഭൂമിയിൽ ഒരു ജീവൻ നൽകാൻ കഴിയുന്ന അല്ലെ പവിത്രമായ ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീ സങ്കല്പത്തെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ആണുങ്ങളുണ്ട് കൃത്യമായിട്ട് ഞരമ്പ് രോഗികളായിട്ടുള്ളവര്. അവരെ ഇങ്ങനെ വളച്ചെടുത്ത് എനിക്കും അരി വാങ്ങണം എന്നല്ലേ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള ചേച്ചിമാരെ കുറിച്ച് അങ്ങനെ പറയരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു, നിങ്ങളെ തെറി വിളിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ഫാമിലിയെ വിളിക്കരുതെന്ന്. കാരണം നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാം കലക്കി കുടിച്ചുകൊണ്ടാണ് ചേച്ചി നിൽക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ വൃത്തികേടുകൾ പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും ചേച്ചിക്ക് അറിയാം. ഇനി എന്ത് തേങ്ങച്ച പറഞ്ഞോട്ടെ, ഫാമിലിയെ തൊട്ട് പറഞ്ഞാലേ പൊള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതാണ്. ചേച്ചിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ഇത്രയേ ഉള്ളൂ, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മെമ്പർഷിപ്പ് എടുത്ത് വീഡിയോ കാണുന്ന ആളുകളുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലൊക്കെ സന്ധിപ്പെട്ടു.